ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലേ? എല്ലാവർക്കും അയക്കോടൻസ് കാന്താരി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ലൊരു കിഡിലെ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതും ഉരുളക്കിഴങ്ങിട്ടുള്ള ചിക്കൻ കറി ആകുമ്പോൾ പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പാലക്കാടുകാരുടെ സ്പെഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയി കുറച്ച് ചിക്കൻ ഞാനെന്ത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു 2 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 കറുവപ്പട്ടയും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ പൊടികളെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ അളവിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് റെഡിയാക്കി കേട്ടോ. ചിലവർക്ക് എരിവ് ഇഷ്ടമാണ്, ചിലവർക്ക് എരിവ് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മുളക് പൊടി എടുത്തിട്ട് മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇതിനെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം കേട്ടോ. കേസ് അങ്ങനെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പാത്രമെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസെല്ലാം കത്തിച്ചിട്ടുണ്ട്. പാത്രം നല്ല ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ശരിക്കും ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല ചൂടായി വരട്ടെ. ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എണ്ണ ചൂടായി വരുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ സവോള എല്ലാം തന്നെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വഴണ്ടി കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഒരുമിച്ച് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ ഉപ്പ് ചേർക്കും, ചില ആളുകൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള എല്ലാം വഴണ്ടി വേഗം കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ശരിക്കും വഴണ്ടി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഉള്ളിലേക്ക് വഴണ്ടി വരട്ടെ. ഈ സാധനം നമ്മുടെ സവോളയൊക്കെ ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ പെട്ടെന്ന് വഴണ്ടി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും വഴണ്ടി വരട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ പൊടികളൊക്കെ ശരിക്കും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ശരിക്കും വഴറ്റി വരട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പൊടി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പാലക്കാടുകാരുടെ ഒക്കെ അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും വഴണ്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയി നമ്മുടെ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സാധനം നമ്മുടെ തക്കാളിയും പൊടികളെല്ലാം തന്നെ ശരിക്കും നന്നായിട്ട് വഴണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയി ചിക്കനാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പം ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമെന്നെല്ലാം തന്നെ. ഇത് നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇതേ മുളക് പൊടിയൊക്കെ ശരിക്കും നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വഴറ്റിയ സാധനങ്ങളെല്ലാം തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചതൊന്നിതാവട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എന്തായാലും ഇത് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് അടപ്പൊക്കെ തുറന്നിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ആവിലൊന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ആയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ കേട്ടോ. എനിക്കെരിവ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറേയധികം എരിവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് എരിവൊക്കെ ചേർത്തിട്ടിടണേ. നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒന്നായിട്ടില്ല ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറിയെല്ലാം നന്നായി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് അടച്ച് വയ്ക്കാൻ പോകണം കേട്ടോ. എന്തായാലും കുറച്ച് നേരം ആവിയിലൊന്ന് വേവട്ടെ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. പ്ലീസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ശരിക്കും നന്നായിട്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ശരിക്കും നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പെല്ലാം നമ്മൾ പാകത്തിന് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഉരുളക്കിഴങ്ങ് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പാലക്കാട്ടുകാർക്കെന്നല്ല, എനിക്ക് പൊതുവേ ചിക്കൻ വെക്കുന്നതിൽ വാഴക്ക, ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
ഇന്ന് ഞാൻ ചിക്കൻ കറിയിൽ ഇടാൻ പോകുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടാൻ പോവാണ്. രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് വെന്ത് വരട്ടെ. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറി റെഡി ആയി പോകാം കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല പൊളിയാണ്. പറഞ്ഞറിയില്ല, എന്താ പറയുക, കാണാൻ ഭംഗിയുള്ള കഴിക്കാനും പൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചില ആളുകൾക്കൊന്നും ഉരുളക്കിഴങ്ങൊന്നും കുമ്പളങ്ങയൊന്നും ഇട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് കറി എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. അവസാനം ഫൈനൽ നമ്മുടെ കറിയെല്ലാം സെറ്റാണ്. നമുക്കിത് അടപ്പം തുറന്നു നോക്കാതെ കറിയൊക്കെ തിളച്ച് ശരിക്കും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ചിക്കൻ കറിയുടെ. നമുക്കിനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്നാൽ ഫൈനലി നമ്മുടെ ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് ചിക്കൻ കറിയാണ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാൻ കൂടി ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.